ഹലോ ഫ്രണ്ട്സ്, എൻ്റെ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ അനിയത്തിനെ വിളിച്ചിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ അച്ഛൻ തേർഡ് ചൂണ്ടിടുന്ന കണ്ടു. എന്താണ് അനിയത്തി? അപ്പം നമുക്ക് പോയി. ഈ ഉടുപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ തറയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് ചെയ്യണേ. എന്ത് തേങ്ങയാണോ പറയുന്നത്? അപ്പം നമുക്ക് അച്ഛൻ ചൂണ്ടിടുന്ന കണ്ടേച്ച് വരാവേ. കണ്ടോ ഗൈസ്, ഇവിടെ ഇത്രയും ഒരു പൂക്കളുണ്ട്. നമുക്കിവിടെ വെറൈറ്റി ആയിട്ടൊരു ചുമന്ന പൂ മാത്രമായിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ ഗൈസ്, ഇത് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പക്ഷേ കറുപ്പിനകത്ത് വെള്ളം വന്നാൽ ഇതായി പോകും. ഇത് ഞങ്ങൾ ഇവിടുത്തെ കടയിൽ നിന്ന് വാങ്ങിച്ചു. ഇവർക്ക് പ്രാന്ത്. നമുക്ക് അച്ഛൻ ചൂണ്ടിടുന്ന കണ്ടിട്ട് വരാവേ. ഇത് വീടിൻ്റെ മുറ്റത്തുള്ള മണ്ണടിച്ച ഒരാളുടെ സ്ഥലമാണ്. നമുക്ക് അച്ഛൻ ചൂണ്ടിടുന്നതാണ്. ഇപ്പം ഏറ്റവും നല്ല വലിവാണ്. അപ്പം അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. നമുക്ക് നല്ല ഏറ്റമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പട്ടിയായിട്ട് കുറച്ച് നേരം സംസാരിക്കാം. മീനെ കെട്ടിയിട്ട് തേർഡിനെ കാണിച്ചു തരുന്നതായിരിക്കും. നമുക്ക് ആദ്യം പട്ടിയായിട്ട് പട്ടിയുടെ പേര് റോക്കി എന്നാണ്. റോക്കി കൂടെ പോയിരുന്നുണ്ട്. ഞാൻ ക്യാമറ ഓഫാക്കാൻ മറന്നു പോയി. അതാണ് ഇത്രയും നേരം ഇത് കാണിച്ചത്. അപ്പം ഇതാണ് നമ്മുടെ പ്ലേസ് വരുന്നത്. കണ്ടോ, ഒരു ചുറ്റലായാലോ, ഒരു മുകളിലേക്കുള്ള ചുറ്റൽ. ഇതാണ് അനിയത്തി എന്തോ പറയുന്നു. ഇത് കണ്ടോ, ഈ 4 മുട്ടുകൾ നമുക്ക് എവിടെ നിന്ന് പിച്ചേതാന്ന് കാണിച്ചുതരാം. ബൈക്കോ, ഈ ഒരു കണ്ടൽ എന്തോ കണ്ടൽ മാങ്ങ എന്നാ കണ്ട പറയുന്നത്. അവിടെ നിന്ന് ഉള്ള ഒരു ഇതാണിത്. എന്റെ കയ്യിലെ മുട്ട് നോക്കി, ഈ മുട്ടൊന്ന് പൊട്ടിച്ച് കാണിച്ചു കൊടുത്തു. ഇത് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കമന്റ് ചെയ്യണ്ട, കമന്റ് ഇല്ല. ഇത് കണ്ടോ, ഇതിന്റെ നടുക്ക് ഈ കൂർത്തിരിക്കുന്ന ഭാഗത്ത് ഇങ്ങനെ ഒന്ന് ഞെക്കി കൊടുക്കുമ്പോൾ ഈ സൗണ്ട് കേൾക്കും. കണ്ടോ, എന്നിട്ട് ഈ ഓരോ ഇളർ ഇങ്ങനെ പിച്ചി കൊടുക്കുമ്പോൾ ഇത് കണക്കൊരു പാമ്പ് പോലത്തെ ഒരു സംഭവം നിൽക്കും. അതും നമുക്ക് കളയണം. പിന്നെയും അതിങ്ങനെ പിച്ചി 5-6 എണ്ണം കാണും. എന്നിട്ട് നമ്മൾ ഈ സാധനം ഇങ്ങനെ വലിച്ചു കളയണം. അപ്പോഴത്തേക്ക് ആ മേളത്തെ സാധനം മാത്രം പോവും. ആ മേളത്തെ സാധനം മാത്രം നമ്മൾ ഇത് പിച്ചി കളയണം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ പിച്ചി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനത്തെ ഞാൻ കാണിച്ചു തരാം. അത് അങ്ങനെ ഇരിക്കുന്നതാണേ ഉള്ളൂ. അതിൻ്റെ അകത്തൊരു മുട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. കേട്ടോ, അതിൻ്റെ അകത്തൊരു മുട്ട് കണ്ടോ. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻഭാഗം വരുന്ന നല്ല ഏറ്റമാണ്. ഇവിടെ നിന്ന് വെള്ളം, ഇവിടെ ഈ മണ്ണടിക്കുന്നതിന് മുന്നേ ഇവിടെ മൊത്തം കര അങ്ങനെ ചോദിച്ചാൽ നല്ല മുരിങ്ങോട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അവിടം വരെ വെള്ളം കയറും. ഇപ്പോൾ ഇവിടം വരെ വെള്ളം കയറത്തുള്ളൂ. ഇവിടെ വെള്ളം കയറുന്നുണ്ടോ. ഇതാണ് നമ്മുടെ സ്ഥലം. എല്ലാവരും സബ്സ്ക്രൈബ് മറക്കരുത്. അവിടാണ് നമ്മുടെ സാമ്പ്രാണിക്കൊടി, അവിടെ നമ്മുടെ മേരിലാൻഡ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ഫ്രണ്ട്സ്.